കഴിഞ്ഞ ദിവസം കേരള പോലീസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മാസ് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കൊച്ചു താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. എന്നാലേ അതിനു മുമ്പ് കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടു. 2-3 പോലീസുകാർ വന്നിട്ട് സജീവനോട് ചോദിച്ച്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. സജീവനും പറഞ്ഞത് എന്റെ സ്ഥലമാണ്, എന്റെ നാടും, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് പിടിച്ചെളിയുമ്പോൾ സജീവൻ തിരിഞ്ഞ് നോക്കി എന്തിനാ തള്ളിയെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നിന്ന്. അന്നേരം അത് ആ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല പോലീസുകാരന്. അന്നേരം പിടിച്ചെള്ളിയിട്ട് ഉടുപ്പെ പിടിച്ച് വലിച്ചിട്ട് ഒരു കാരണമില്ലായിരുന്നു, അടിക്കുമായിരുന്നു. ആദ്യത്തെ അടി അടിച്ചപ്പോൾ പുള്ളിക്കാരി രണ്ടാമത്തെ അടിക്കുമ്പോൾ തടസ്സം പിടിച്ചപ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഇരുന്ന ആ പോലീസുകാരും അടിയാൻ തുടങ്ങുമല്ലോ. ഒരു കാര്യമില്ലായിരുന്നു, അടിച്ച് തറയിൽ വീണ ആളങ്ങ്. അതിനുശേഷമാണ് പുള്ളി അങ്ങ് വയലന്റ് ആവുന്നത്. സജീവൻ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ. ഇതിപ്പം ഇവരുടെ ഈ അമ്പലത്തിന് ഈ വാഹനത്തിനകത്ത് പട്ടിയെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞൊരു വിഷയമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണിയെണ്ണം ഒരു ഫാമിലി വിഷയം അവർക്കിടയിലുണ്ട്. സ്വന്തം അഭിമാനത്തിന് ഭംഗം വരുത്തിയ പോലീസുകാരന്റെ വാഹനം ഇടിച്ചു, അത് അത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ. ആയിക്കോട്ടെ, കേസെടുക്കൂ. എത്ര പെട്ടെന്നാണല്ലേ നടപടികളും കാര്യങ്ങളും ഒക്കെ നടന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. കഴിഞ്ഞ 4-ാം തീയതി 3 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. ആ അപകടം നടന്ന് ഇന്ന് 20-ാം തീയതി, ഇന്നലെ 20-ാം തീയതി ആയിരുന്നു. എന്റെ അളിയൻ ഇന്നലെ മരിക്കപ്പെടുമ്പോഴും അളിയൻ അന്ന് മെഡിക്കൽ കോളേജിൽ അവളെയും എന്റെ അനിയത്തിനെയും അളിയനെയും കൂടെയാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പൊ അനിയത്തിക്ക് അന്ന് ക്രിട്ടിക്കലാണ്, മൊത്തം വാഹനം കയറിയിട്ടുണ്ടെന്നാണ് നമ്മളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നല്ല ക്രിട്ടിക്കലാണ്, ആളിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പാടാണെന്ന് പറഞ്ഞു. എന്റെ അളിയനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞാണ് അവർ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അനിയത്തി മരണപ്പെട്ടു പോയിട്ട് ഇത്രയും ദിവസമായിട്ടും അവരതിന്റെ ഒരുവിധ കേസുകളോ അതിനൊരു പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ, ആ വാഹനത്തിന്റെ അകത്ത് 3 പേരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നിട്ട് എവിടെ പരാതി കൊടുത്തിട്ടൊന്നും നടക്കുന്നുണ്ട്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. അതിനുശേഷമാണ് 2-3 ദിവസം മുമ്പാണ് ഒരാളെങ്കിലും അവർ ഒരു മൊഴിയെടുക്കാനെങ്കിലും വിളിച്ചെടുത്തിട്ട് ആ ആള് പറഞ്ഞു കൊടുത്ത മൊഴി പോലും അല്ല അവിടെ അവർ എഴുതി വെച്ചേക്കുന്നത്. അത്രയും ഇതാണ്. നമ്മളവിടെ ചെന്നപ്പോൾ പറഞ്ഞെന്നെങ്കിൽ സർക്കിൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം കയറിയിട്ടില്ല, അവളുടെ ദേഹത്തുള്ള വാഹനം കയറിയിട്ടില്ല, അതൊരു ഹാഷ് ഡ്രൈവിന്റെ ഇതിൽ വെച്ചാണ് ഇത് ഇട്ടേക്കുന്നത്. പിന്നെ കാരേറ്റ് വിട്ട് അവർ ക്യാമറ എടുത്തിട്ടുണ്ട്. അതിലെല്ലാം കാരേറ്റ് നിന്ന് കുറച്ച് സ്ഥലം വരെ അവർ ഹാഷ് ഡ്രൈവിൽ വന്നിട്ടുള്ളൂ. അത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവർ സ്പീഡിൽ കുറച്ച് പയ്യാണ് പോയിരിക്കുന്നത് എന്നൊക്കെയാണ് സർക്കിൾ എന്റെ കൂടെയാണ് പറഞ്ഞത്. എന്നിട്ട് വാഹനം അവളെ കയറിയിട്ടില്ല, മെഡിക്കൽ കോളേജ് ഡോക്ടറെ മൊഴിയിൽ കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ വീഡിയോകളിലെല്ലാം ആ വാഹനം കയറിയേക്കുന്നതാണ് കാണുന്നത്, തിരിച്ചെടുത്ത് റിവേഴ്സ് ചെയ്യുന്നത്. ആ കണ്ടുകൊണ്ടിരുന്ന ആള് പറയുന്നുണ്ട് അത് വാഹനം കയറിയിട്ടുണ്ടെന്ന്. എന്റെ അളിയൻ ആ വണ്ടി ഇടിച്ച അടിയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അളിയൻ എണീച്ചിരുന്ന വണ്ടിയിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. അളിയൻ കൊടുത്ത മൊഴിയുടെ വീഡിയോ വരെ നിങ്ങളിവിടെ ഉണ്ട്. അവിടെ ആ വീഡിയോയിലും കാണാം, അവിടെ അടിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ച ആ വണ്ടി എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു മനസാക്ഷിയില്ലാതെ കയറ്റി കൊന്നിട്ട് പോയിട്ട് അവരെ സംരക്ഷിക്കുകയാണ് ഇന്നത്തെ കിളിമാനൂർ പോലീസ് ചെയ്യുന്നത്. ഈ ആ നാട്ടുകാരെല്ലാം അതിന്റെ അകത്ത് 3 പേരുണ്ടായിരുന്നു, അവരെ പിടിച്ചവർ കണ്ടു. അവരിറങ്ങി ഓടിയ വീട്ടിലെ അമ്മ കണ്ടിട്ടുണ്ട് അവരിറങ്ങി താഴോട്ട് ഓടുന്നത്. 2 പേര് താഴെ കുഴിയിലേക്ക് ഓടുന്നു. ഇവൻ മാത്രമാണ് ഫ്രണ്ടിലോട്ട് റോഡിലോട്ട് ഇടുന്നത്. അങ്ങനെയാണ് ഇവനെ പിടിച്ചപ്പം അത്രയ്ക്കും അബോധാവസ്ഥയിലായിരുന്നു മദ്യപിച്ചത്. എന്നിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഒരു മെഡിക്കൽ പോലും എടുക്കാതെയാണ് അവനെ വിട്ടേക്കുന്നത്. ഇപ്പൊ പറയുന്നത് മദ്യപിച്ചിട്ടില്ലെന്നാണ് സർക്കിൾ പറയുന്നത്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമുക്ക് കൊണ്ട് മാക്സിമം പറ്റുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക. അതുവരെ കൊടുത്തിട്ട് പോലും ഒരു ഇതും നമുക്ക് നീതി ലഭിക്കുന്നില്ല. ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്, ആ വണ്ടിയുടെ ഫ്രണ്ടിലിട്ടിട്ട് നിരക്കി കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലീസിന്റെ സ്വന്തം കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പെട്ട പോലെ അഭിനയിക്കുകയായിരിക്കും. കാരണം ഓടിച്ചൻ വലിയ കൊമ്പത്തുള്ളവനോ രാഷ്ട്രീയക്കാരനോ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസ് സേനയിലെ ഏതെങ്കിലും ആളുകളുടെ ബന്ധുക്കാരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ഇതിനു മുമ്പത്തെ ഒരു മാസ് പോലീസിന്റെ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. എത്ര പെട്ടെന്നാണ് അയാൾക്കെതിരെ ആക്ഷൻ. അയാളുടെ വീട്ടിൽ കയറിയിട്ട് ഡോറ് തല്ലി ചവിട്ടി പൊളിച്ചിട്ട് അകത്ത് കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിന്റെ 1 ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടോ. ഇതുപോലെ ഒരുപാട് കേസുണ്ട്.